നമുക്ക് നോക്കാം എങ്ങനെയാണ് 2 റേഡിയൻസിനെ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രീസ് ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 2 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 180 ഡിവൈഡഡ് ബൈ പൈ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 180 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറഞ്ഞാൽ 22 ഡിവൈഡഡ് ബൈ 7 ആണ്. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 2 × 180 × 7 മുകളിലേക്ക് വരും ഡിവൈഡഡ് ബൈ 22. അപ്പോൾ 2ഉം 22ഉം ക്യാൻസൽ ചെയ്തു, 11 ആയി. ഇനി 180 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ഉം 7ഉം 56, 5 1 × 7 7 + 5 1260 ഡിവൈഡഡ് ബൈ 11 ഡിഗ്രീസ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. ഇനി ഇതിങ്ങനെ ഡിഗ്രിയിൽ എഴുതിയിട്ട് കാര്യമില്ല, നമുക്കിത് മിനിറ്റ്സിലേക്കും സെക്കൻഡ്സിലേക്കും ഒക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 1260 ബൈ 11 ഡിഗ്രീസ് എന്നല്ലേ വന്നത്. അപ്പോൾ നമുക്കിതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാമേ. 1260 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? 1 11 16 വന്നു, ഇവിടെ വീണ്ടും 1 വന്നു, വീണ്ടും 11 വന്നു, 50 വന്നു, അപ്പോൾ 4 വന്നു പോയിൻ്റ് അല്ലേ. അപ്പോൾ 44 വന്നു, ഇവിടെ 6 വന്നു ബാലൻസ്. അതായത് 114 6/11 നമുക്കിതിനെ എഴുതാം. അതായത് 114 6/11 ഡിഗ്രീസാണ് ഇത്. ഓക്കെ, ഇനി ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഡിഗ്രി 60 മിനിറ്റ് ആണെങ്കിൽ 6/11 ഡിഗ്രി എത്ര മിനിറ്റാണെന്ന് നോക്കാം. 6/11 ഡിഗ്രി എന്ന് പറയുന്നത് 6 × 60/11 മിനിറ്റാണ്. ഓക്കെ, 6 × 60 360 ഡിവൈഡഡ് ബൈ 11 മിനിറ്റ്സ് ആണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 11. അടുത്തത് നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ്. 360 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് 3 കിട്ടി, 33 വീണ്ടും 30, അപ്പോൾ 2 കിട്ടി. 2 × 11 22, 8 ബാലൻസ് വന്നു. അതായത് 32 8/11 മിനിറ്റ്സ് ആണ്. 32 8/11 മിനിറ്റ്സിനെ വീണ്ടും നമ്മൾ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. 8/11 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 8/11 മിനിറ്റ് എന്ന് പറയുന്നത് 8 × 60 ഡിവൈഡഡ് ബൈ 11 സെക്കൻഡ്സ് ആണ്. 8 × 60 480 ഡിവൈഡഡ് ബൈ 11 സെക്കൻഡ്സ്. എന്ന് വെച്ചാൽ അത് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ 2 അപ്പോസ്ട്രോഫിയാണ് കേട്ടോ വരിക. അപ്പോൾ നമുക്ക് നോക്കാം, 3 എണ്ണം ഇല്ല. 480 ഡിവൈഡഡ് ബൈ 11 എത്ര വരും? നമ്മൾ നോക്കുകയാണ്. 480 ഡിവൈഡഡ് ബൈ 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 44 40 3 33 7. അപ്പോൾ 43 പോയിൻറ്റ് ഒരു 6 ഒക്കെ വരും അല്ലേ. അപ്പോൾ 70 വന്നു, 66 വന്നു, 4 വന്നു, അപ്പോൾ വീണ്ടും ഒരു 3 വരും. അപ്പോൾ 43.63 എന്നൊക്കെയാണ് വരുന്നത് നമുക്ക്. അപ്പോൾ നമുക്കതൊരു 44 സെക്കൻഡ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഫൈനലി ആൻസർ എന്താ വന്നത്? നമുക്ക് ആദ്യം കിട്ടി 114 ഡിഗ്രിയാണ്, അത് കിട്ടി. അടുത്തത് എന്ത് കിട്ടി? 32 മിനിറ്റ് ആണെന്ന് കിട്ടി. അടുത്തത് എന്ത് കിട്ടി? 44 സെക്കൻഡാണ് എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണിത് കൺവേർട്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് എന്ന് പറയുന്ന ചാനൽ, ലേൺ വിത്ത് സ്കിപ്പ് എന്ന് പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് എൻ്റെ തന്നെ ഒരു പാരൻറ്റിങ് ചാനലാണ്, അതും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് ലേണിംഗ് ചാനലാണ്, ലേൺ വിത്ത് സ്കിപ്പ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ഫ്രണ്ട്സിന് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.